ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ബിഹൈൻഡ് ദ സീൻ ബ്ലൂപ്പർ ഔട്ട്ടേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, 50,000 ലൈക്ക് ഈ വീഡിയോക്ക് കിട്ടിയാലേ നമ്മളിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുള്ളൂ ഗൈസ്. ഒരൊറ്റ ദിവസത്തിനകം ട്രെൻഡിങ് നമ്പർ 1 കയറി വീഡിയോ, 300K കഴിഞ്ഞ വീഡിയോ ആൻഡ് ഓൾസോ 53K ലൈക്കും ആയി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഗൈസ്, ഇതാ ബ്ലൂപ്പേഴ്സിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നു ഞാൻ. നിങ്ങൾ പോയി കണ്ട് പൊളിച്ചിട്ട് വാ. ഈ വന്യ പശുവിനെ എങ്ങനെ മെരുക്കാന്ന് ഞാൻ കാണിച്ചു തരാം. പശുവിനെ നമ്മൾ വളച്ചെടുക്കാൻ പുല്ല് പറിക്കുക. അയ്യോ ഹോളി ക്രാപ്പ് ഗൈസ്, എന്താ ഇത് വന്യ മൃഗമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന്റെ ചെവിയിൽ. അയ്യോ ഓ ഓ എന്തോ തന്നെ ഇത് ഓസ് പറഞ്ഞിട്ടതാ. താങ്ക് യു പശു, താങ്ക് യു ഫോർ ദ എക്സ്ക്ലൂസീവ് ഫുട്ടേജ്. ഇതാണ് അഖിലേഷ് ഡ്രഗ്സ് ചെയ്യുന്ന സൂചി. ആര് ഹേ ഫയലാ? കെ ഫയൽ ഗൈസ്, ഇത് കെ ഫയലാണ്. കെ ഫയൽ വെച്ചാണ് ഡ്രഗ്സ് ചെയ്യുന്നത്. ഇപ്പൊ കൊക്കീനാണാടാ ഗൈസ്. അഖിലേഷിന്റെ അച്ഛൻ ഇതിനാണോ ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ? തിരുവോണായിട്ട് വൈകുന്നേരം ടെന്നീസ് കളി. ഇതകത്ത് നിന്ന് ഷോ കാണിക്കുന്ന അക്കു. ദാസത്തെ കാണണ്ടാ നീ? ഓ ബ്ലോഗ് എടുക്കണുണ്ടോ? ഞാൻ എന്ത് വന്ന ഇത് ചെയ്തില്ല. നീ ഒന്നും ചെയ്യണം. ഞാൻ 2 വർഷം കൂടെ ക്യാമറ ഭയങ്കര ജോഗിങ് അല്ലേ? ഓണമല്ലേടാ, ഓണപ്പുല്ല്. ഓ എന്താടാ ഓണപ്പുല്ല്? ഇത് ഗൈസ് ദാസദാസന്റെ ഗേൾഫ്രണ്ടിന്റെ വീടിന്റെ മധുരയാടി നോക്കിയതാണ് അല്ലേ ദാസ? കടലോളം സ്നേഹം ഉള്ളിനുള്ളിലുണ്ട്. എടുത്ത മാറ്റ പട്ടി ഇല്ല, ഇടൂല ബ്ലൂപ്പർ ആ വീഡിയോ ബ്ലൂപ്പർ ഇട്ടാ ഇടൂല ഗൈസ്. എന്തിനാ ചേട്ടാ ബാക്കിലോട്ട് നീങ്ങല്ലേ? ചേട്ടാ കോതം കയറി പോകും. ഡ്രാക്കുള കുടിക്കണ ബ്ലഡ് കണക്കുണ്ട്. അത് കണ്ടിട്ട് ഞാൻ കുടിക്കട്ടാ? വേണ്ട. അത് കാട്ടുപന്നി മുരളു. അതെ, ചേട്ടന്റെ കൂടെ ഉള്ള സഹവാസം. ഒരു പന്നീരെ കൂടെ നിൽക്കാൻ വേറെ പന്നിക്ക് അടിച്ച പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്റ് അടച്ചല്ലോ. ഒരുപോലെ തിരിച്ച് മറിച്ച് അടിക്കണം. നമ്മളെപ്പോഴും വെറൈറ്റി അല്ലേ ചെയ്യേണ്ട? ആരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസം അച്ചീവ് ചെയ്തോണ്ട് ചാട്ടുംകാട്ട എടുത്ത് മുന്തിരിങ്ങാണെന്ന് പറഞ്ഞാൽ നീ തിന്നോ? ഒരു ചലഞ്ച് ആണെങ്കിൽ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കേൾക്കുന്ന എല്ലാരും ഇത് കേൾക്കുന്ന എല്ലാരും എടുത്ത് ആട്ടും കാട്ടെടുത്ത് മുന്തിരിങ്ങാണെന്ന് പറഞ്ഞ് തിന്നാളെ ചലഞ്ച് കൊടുക്കണം. ഇത് എല്ലാരും ഒരാള് കമന്റ് ചെയ്യുക, അത് മാക്സിമം ലൈക്ക് ചെയ്ത് കിടിലൻ ചലഞ്ചാക്കി മാറ്റുക. ആട്ടും കാട്ട ഇവ മുന്തിരിയാണെന്ന് പറഞ്ഞ് തിന്നണം. അത് 1-2 അല്ല, ഒരു പിടി ആട്ടും കാട്ടോ. ഒരു പിടിയാണെങ്കിൽ നീ കൊണ്ടിരുന്നാ മതി. ഇത്ര ഒരു എണ്ണ, ഒരു 25 എണ്ണം. 25 എണ്ണം എന്താ? ഒന്ന് പോയാൽ 15 എണ്ണം പറയണം. 5 കപ്പൽ 15 എണ്ണം. ഇത്ര 5 അങ്ങോട്ടിനെ കൊണ്ടുള്ള 10 എണ്ണം. ഞാൻ 15 ഞാൻ 5 10 ഉറപ്പിച്ചു. 10 സബ്സ്ക്രൈബേഴ്സ് ഒരെണ്ണം ചെയ്യാം. ഇതൊന്ന് 8ന്റെ ചാലഞ്ച് കൂടെ. ഈ ചാലഞ്ചിന് പറ്റിയ നമ്പർ 3 ആണ്. ഈ ചാലഞ്ചിന് പറ്റിയ നമ്പർ 3 ആണ്. പിന്നെ അതിന്റെ അവസ്ഥ അതായിരിക്കും. പണ്ടേ ഞാൻ വാള് വെച്ച് ഞാൻ കട്ട് ചെയ്ത് എവന്റെ ഒരു കൂട്ടുകാർ അന്ന് കാണിച്ചില്ല എന്നത്. അതിപ്പോ ഇവിടെ കാണായിരുന്നു. അവരുടെ പേരെന്താണ്? അവൻ പറഞ്ഞു കണ്ണന്റെ ബാംഗ്ലൂർ കഥ പറ വെച്ചാണ്. വാള് വെച്ച് വളർത്തിയതാണ്. ഓ ഓ ആ എക്സ്പ്രഷൻ കണ്ടാ അറിയാം. ഇങ്ങനെ സ്നേഹത്തോടെ ഷെബിനളിയ എന്തളിയ എന്താണ് എന്തടാ
ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യും, ഞാൻ വ്ളോഗറാണ്. ഇവിടെ കണ്ണനല്ല, വാപ്പുളി കണ്ണൻ. വാപ്പുളി കണ്ണൻ. എടാ ഇഞ്ചി ആവണ്ട, അതിനിടയ്ക്ക് ഇഞ്ചി ആയാൽ പാവോന്ന് വിചാരിച്ച് വാള് വെച്ച ഫുട്ടേജ് ഇടാത്തതാണ് സ്പോട്ട്. ഹാഷിം അടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുന്നു ഗൈസ്. അങ്ങനെ അടി 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 അടി. ഇതും കൂടെ ഇട്ടാലേ അടിക്കൂ. ഓ ഇടാ. ഓക്കെ ഇനി അടിച്ചോ. ഓ ഓ ഓ കട്ടാടി. ചുമ്മാ കാണിച്ചാലേ കുടിയനെന്ന് കണ്ടായത് കുടിയനാണ്, മുഴു കുടിയനാണെന്ന്. എടാ അരുണേ, ഹാഷിമ മുഴു കുടിയനല്ലേടാ? എന്താടാ അവസാനം ഇതൊക്കെ നീ എടുത്ത് എവിടെ നിന്റെ ലീക്കായി നാട്ടുകാരെ അറിഞ്ഞ് എന്റെ ലീക്കായി എന്തായാലും നാട്ടുകാരെ എന്താരോ ആനത്തടിയനും ആനച്ചൊടയനും ആനത്തൊടിയൊരു തരയില്ല അമ്പാടിച്ചൊരു തവള കുഞ്ഞിന് തലയത്തമ്മരെ അയ്യയ്യ തലയിലിരിക്കുന്ന വാതിൽ തണങ്ങല്ലടാ മണിക്കൂടെ തടി കിട്ടാൻ ഒരുമിട്ട് നടക്കല്ലടാ ഒരു കൈ പൊരുതാ കരുതി അറിയാ തൊണ്ണോട് ഇതിനെ എതിരെ ഇടയാം തടിയാ പറയാ വാടാ കുഴിമറിയാ. ഇതെന്നും വെച്ച് വിളമ്പാൻ ചെമ്മാവിന്റെ നീരാട്ട് തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത് മുണ്ടൊരു പാടം തൊട്ട് തൊട്ട് തൊട്ടേ വായിളം തെന്നലേ. രാവിലെ എന്നെ കണ്ണാളിയൻ എന്തോ കരിമഷിയൊക്കെ ആയിട്ട് വന്നേക്കുന്നു. എന്തിനാടാ എങ്ങനെ കണ്ണെഴുതാമെന്ന് പിള്ളേർ കണ്ണെഴുതുന്നത്? കണ്ണെഴുതി പൊണ്ണാക്കാൻ തൊട്ടിട്ട് രാവിലെ ബിനുവിന് കണ്ണെഴുതാനാണ്. ഞാനേ ബിനുവിന് കണ്ണെഴുതി കൊടുക്കാണ്. ബിനുവിന് ഇവിടെ മദാന്മാരെ പിടിക്കുന്നില്ല, സായിപ്പന്മാരെ മതിയെന്ന്. അതിന് നീ എന്തിനാണ് കണ്ണെഴുതുന്നത്? അവൻ എഴുതി കൊടുക്കാൻ വന്നേനെ. നീ എഴുതി നോക്കട്ടെ, എന്തിനാണ് എഴുതണേന്ന് നോക്കട്ടെ. പട്ടി നേരട്ടാ നീ എഴുത്. ഞാൻ എഴുതാൻ വന്നതല്ല, ഇവൻ എഴുതി കൊടുക്കാൻ വന്നടാ. ഓ അയ്യോടാ കണ്ണാടി വെച്ചേക്കാൻ ഞാനാണെങ്കിൽ എഴുതാൻ ഓ ആൾക്കാരെ കാണിക്കലടാ. ശ്രീകൃഷ്ണനെ കുളിപ്പിക്കട്ടെ. ചവിട്ടി കഴിവട്ടെ. ഓ എന്തൊരാശ്വാസം. സുഹിത്തേട്ടൻ മക്കൾ ഞങ്ങളാണ്. സത്യം ചേട്ടാ, ചേട്ടൻ പൊക്കെ ഞാൻ കിടന്നുറങ്ങണ്ടേ, നാളെ വരാം. എന്നാടാ മൂടി കിടന്നോ? ചേട്ടാ ഗൈസ് ഡേറ്റ് എടാ ഇവിടെ ഔട്ടർ എടുക്കണ്ട. ഞാൻ അത്തരക്കാരൻ
എന്റെ കുട്ടികൾ ആരും ഇറന്ന് വിചാരിക്കരുത്, ഇതൊക്കെ അഭിനയം മാത്രം, ഇതെല്ലാം അഭിനയമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട്? ഇതുപോലെ നിങ്ങൾക്ക് കണ്ട താല്പര്യം വരില്ല എന്ന് തോന്നുന്ന കട്ട് ചെയ്ത് കളഞ്ഞ ഒരുപാട് പാട്ട് ഇനി എന്റെ ഹാർഡ് ഡിസ്കിനകത്ത് ഇങ്ങനെ പൊടി തട്ടി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനിയിടാൻ നമുക്ക് സുത്തേന്റെ കല്യാണം ഉണ്ട്, നമ്മുടെ മറ്റേ പഴയ ഒരു കോണ്ടം വീഡിയോ ഓർമ്മ ഉണ്ടോ, ബ്ലൂപ്പ് അതിന്റെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞും കുറെ ഫുട്ടേജസ് കൈ ഇരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഗൈസ് ആ കാര്യം പറഞ്ഞോണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടെ നോക്കിക്കോ.